ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ഡിഷുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നാട്ടുൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ് തയ്യാറാക്കുന്നത്. സേമിയ കിഴിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സേമിയ കിഴിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 കപ്പ് സേമിയ, ഒരു സവാള അരിഞ്ഞതാണ്, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില, മല്ലിയില, പുതിനയില അരിഞ്ഞു വെച്ചതാണ്, അല്പം മതി. 1 ടീസ്പൂൺ ചിക്കൻ മസാല, അല്പം ബിരിയാണി മസാല, പിന്നെ ബ്രെഡ് ക്രംസ് ആണ് ആവശ്യത്തിന്. പിന്നെ മൈദൻ്റെ ബാറ്ററാണ്. ഇതിന് അല്പം ലൂസിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി. പിന്നെ ആവശ്യത്തിന് ഓയിൽ, സോയാ സോസ്, ടൊമാറ്റോ സോസ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് പാകത്തെ വേവും മതി. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സേമിയ വേവാൻ വെച്ച സമയം കൊണ്ട് ആദ്യം ഇതിക്കുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 2.5 കപ്പ് മൈദ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മീഡിയം ചൂടിലുള്ള വെള്ളമാണ് എടുത്തത്. അപ്പോൾ അതും പറഞ്ഞിട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ അല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കാം. അപ്പോൾ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ സേമിയ വേവായിട്ടുണ്ടോ ഒന്ന് നോക്കാം. അപ്പോൾ സേമിയ വേവായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോൾ വേവായിട്ടുണ്ടോ ഇല്ലേ നമുക്ക് മനസ്സിലാക്കാം. നല്ലോണം വേവാവണ്ട, ഒരു മീഡിയം വേവായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പയിൽ വെച്ചിട്ടാണ് വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് മസാലയ്ക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിട്ടാൽ ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവും, ഇല്ലാത്തവർ ഇടണ്ട. നമ്മളെ മാവ് നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്.
നമുക്കിതിന്ന് ഒരു ബോൾസ് ചെറുതായി ബോളാക്കി എടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിലില്ല. നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് മാവ് എടുക്കാം. നമുക്കിതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഇങ്ങനെ കിഴി പോലെ ചെയ്തെടുക്കാം. പിന്നെ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അല്പം എണ്ണ വെച്ച് കൊടുത്താൽ മതി, എന്നാൽ ശരിയാവും. അപ്പം നമുക്ക് ഒന്ന് ലെവലായിട്ട് നമുക്ക് ഇതുപോലെ മറ്റേതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ സേമിയൊക്കെ കിഴി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മൈദാമാവിൽ ഒപ്പിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് ഇതുപോലെ മൈദാമാവിലൊന്ന് ഇടാം. നമുക്ക് റസ്ക് പൊടി ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഞാൻ എടുത്ത് ബാലൻസ് വന്ന പൊടികളാണ്. നമ്മളെ കിഴിയൊക്കെ മസാല ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ക്രംസിലൊക്കെ ഒപ്പിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ മുകൾക്ക് അല്പം എണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം നല്ലോണം ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അധികം എണ്ണ ഒഴിച്ച് കൊണ്ട് അങ്ങനെയും പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു എണ്ണ വേസ്റ്റ് ആവണ്ടെന്ന് എത്തിയിട്ടാണ് അല്പം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് മറ്റു സൈഡ് കൂടി ഒന്ന് വേവായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ മറ്റേതൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സേമിയക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഡിഷുമായിട്ട് വേറൊരു എപ്പിസോഡിൽ വരാം. ഓക്കെ, ബൈ ബൈ.